ഒന്നാം നൂറ്റാണ്ടിൽ തിരുക്കുടുംബം ജീവിച്ചിരുന്ന നസ്രത്ത് എന്നറിയപ്പെടുന്ന ആ ഗ്രാമത്തിനെ റീക്രിയേറ്റ് ചെയ്ത് ഇപ്പോഴും ആ ഒന്നാം നൂറ്റാണ്ടിലെ ജീവിതചര്യകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ് നസ്രത്ത് വില്ലേജ്. അവിടെ ഒന്നാം നൂറ്റാണ്ടിൽ ആ കാലഘട്ടത്തിൽ മനുഷ്യർ എങ്ങനെയാണ് ജീവിച്ചത്, അതേ നിത്യോപകരണ വസ്തുക്കളും വസ്ത്രധാരണവും ഭക്ഷണ രീതിയും എല്ലാം തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണ് നസ്രത്ത് ഗ്രാമം. ഇത് വളരെ പ്രസിദ്ധമാണ്. അവിടെ ചെന്നാൽ ഈശോയുടെ കുട്ടിക്കാലവും ആ കാലഘട്ടത്തിൽ ഈശോയും മാതാവും വിശുദ്ധ യോസേപ്പിതാവും എല്ലാം എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചതെന്ന് നമ്മൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി അവിടെ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ വില്ലേജിൽ പോകാൻ എല്ലാവർക്കും വളരെ താല്പര്യമാണ്. അവിടെ പോയാൽ, ഇസ്രായേലിൽ പോയാൽ ഇത് മിസ് ചെയ്യാതെ എല്ലാവരും അവിടെ പരമാവധി വിസിറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. ഈശോ തൻ്റെ കുട്ടിക്കാലത്തെ തൻ്റെ വളർത്തു പിതാവായ യോസേപ്പിതാവിനെ ആ പണിപ്പുരയിൽ പോയി സഹായിക്കുമായിരുന്നു. കൂടാതെ പരിശുദ്ധ അമ്മയെയും വീട്ടിലെ ഭക്ഷണം വയ്ക്കാൻ തുടങ്ങുമ്പോൾ അതിനുവേണ്ടി എന്തെങ്കിലും പച്ചക്കറി അരിയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ തയ്യാറാക്കാനായിട്ട് പാത്രം കഴുകി കൊടുക്കുക, പച്ചക്കറി ഫീൽഡിൽ നിന്ന് പറിച്ചുകൊണ്ട് വരിക, എന്തെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ അമ്മയ്ക്കും ചെയ്തു കൊടുക്കും, അപ്പനും ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു കുഞ്ഞു കാലം നമ്മുടെ രക്ഷകനായ ഈശോയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാണുന്ന പിക്ചറിൽ കാണുന്നത് ഒക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. കുഞ്ഞ് ഈശോ എന്തോ പച്ചക്കറി ഇലയെല്ലാം ഇടിച്ചു കൊടുക്കുകയാണ് അമ്മയ്ക്ക്, പച്ചക്കറി ഭക്ഷണം ഉണ്ടാക്കാനായിട്ട്. അതായത് അമ്മയെയും സഹായിക്കുകയും അപ്പനെയും സഹായിക്കുകയും ചെയ്യുന്ന നല്ല ഉത്തമമായൊരു ഉണ്ണി മകൻ ആയിരുന്നു നമ്മുടെ ഈശോ, നമ്മുടെ രക്ഷകൻ.